നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് DJI ആവാത, അതായത് DJIയുടെ പുതിയ FPV ഡ്രോൺ 2 ദിവസം മുന്നേ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് DJI ആവാത 2. അപ്പോൾ ആവാത 1ൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ആവാത 2നെ കുറിച്ചൊരു വീഡിയോ ആണ്. ഇതൊരു FPV ഡ്രോണാണ്. സാധാരണ ഡ്രോണുകൾ ജസ്റ്റ് റിമോട്ട് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണതാണ് സാധാരണ ഡ്രോണുകൾ. പക്ഷേ FPV ഡ്രോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഗോഗിൾസ് വെച്ചിട്ട് ആ ഗോഗിൾസിൻ്റെ അകത്തെ കൂടെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള മോഷൻസും മറ്റും കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രോണാണ് FPV ഡ്രോണുകൾ. അപ്പോൾ ആ ഡ്രോൺ കാറ്റഗറി പെടുന്നതാണ് DJI ആവാത. അപ്പോൾ ആദ്യം ഞാൻ DJI ആവാത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു, DJI ആവാതയല്ല ആവാതയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ഒരു DJI ആവാതയുടെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഈ DJI ആവാത 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം കൂടെ പറയാം. DJI ആവാത ഏകദേശം 377 ഗ്രാമുള്ള ഒരു FPV ഡ്രോണാണ്. ഈ 377 ഗ്രാം എന്ന് പറയുമ്പോൾ സാധാരണ ഡ്രോണുകൾ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് 249 ഗ്രാം ആയിരിക്കും. 249 ഗ്രാം ആകുമ്പോഴത്തേക്കും പല നാടുകളിലും ആ ഡ്രോൺ ഉപയോഗിക്കാൻ ലിമിറ്റേഷൻസ് വളരെ കുറവാണ്. പക്ഷേ 245 കൂടുതൽ വെയിറ്റ് വരുമ്പോൾ പല രാജ്യങ്ങളിലും ഇതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഡ്രോണാണ് DJI ആവാത. അപ്പോൾ ഇങ്ങനെ എന്ത് ഡ്രോണാണ്, ഈ ഡ്രോണിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DJI ആവാത 377 ഗ്രാമുള്ള ഒരു ഡ്രോണാണ്. ഇതിൻ്റെ മാക്സിമം ഫ്ലൈറ്റ് ടൈം ഏകദേശം 23 മിനിറ്റാണ്. പിന്നെ വീഡിയോ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് 13 കിലോമീറ്റർ, വീഡിയോ ട്രാൻസ്മിഷൻ ലാറ്റൻസി 24. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ 1/1.3 ഇഞ്ചാണ്. ഇത് ഏകദേശം DJI Osmo Pocket 3 സെൻസറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെൻസറാണ് ഈ DJI ആവാത 2ൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള പിക്സൽസ് 12 പിക്സലാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ ഏകദേശം 4K റെസൊല്യൂഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2840x2880 ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ ക്വാളിറ്റി. FPS പറയുകയാണെങ്കിൽ 30, 50, 60. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഏകദേശം 46 GB ആണ്. പക്ഷേ മൈക്രോ SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 512 MB ആയിട്ട് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഇതാണ് DJI ആവാത 2ൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് DJI ആവാത 1ഉം DJI ആവാത 2ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾക്കാണ് വ്യത്യാസം. DJI ആവാത 2ൻ്റെ ഫ്ലൈറ്റ് ടൈം ഏകദേശം 23 മിനിറ്റാണ്. പക്ഷേ DJI ആവാത 1ൻ്റെ 18 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേഞ്ചാണ്. DJI ആവാത 2 കൂടുതൽ ഡിസ്റ്റൻസ് വീഡിയോ ട്രാൻസ്മിഷൻ റേഞ്ച് കപ്പാസിറ്റി ഉണ്ട്. ഏകദേശം 13 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. പക്ഷേ DJI ആവാത 1ന് 10 കിലോമീറ്റർ കപ്പാസിറ്റി ഉള്ളൂ. DJI ആവാത 2 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. ആവാത 1ൽ അതൊന്നും ഇല്ലായിരുന്നു. അടുത്തതായിട്ട് DJI ആവാത 1ൻ്റെയും DJI ആവാത 2ൻ്റെയും ക്യാമറയായിട്ടുള്ള കമ്പാരിസനാണ് നോക്കേണ്ടത്. ഇത് രണ്ടിലും ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ക്യാമറ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ DJI Osmo Action 4ൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം സിമിലർ സെൻസറാണ് ഉപയോഗിക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിങ്ങിനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള 10-bit D-Log M ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കളർ മോഡുകൾ. ആവാത 1ൽ Cine ലൈക്ക് മോഡായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. ആവാത 2 ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡ്രോണാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡിൻ്റെ വ്യത്യാസവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻ്റലിജൻറ്റ് ഫ്ലൈറ്റ് മോഡ്സ് ആണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക്. ആവാത 2ൽ ഈസിയർ പൈലറ്റിങ്ങിന് വേണ്ടി നമ്മുടെ തലയിൽ ഈ ഗോഗിൾസ് വെച്ച് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഈസി പൈലറ്റിന് വേണ്ടിയുള്ള മോഡുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ഡ്രോണിൽ കൊടുത്തിട്ടുണ്ട്. DJI ആവാത 2ൻ്റെ ഇമേജ് ക്വാളിറ്റിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരുപാട് വ്യക്തതയില്ല. ഇനി ആ ഡ്രോൺ പുറത്തിറങ്ങി അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുകയുള്ളൂ. എന്തായാലും DJI ആവാത 1നേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഡ്രോണാണ്. ഇതാണ് ഈ ഡ്രോണുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ DJI ആവാതനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കാണും വരെ ബൈ.